ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമേയാസ് വ്ളോഗ്. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയാലോ? എൻ്റെ റൂമിൻ്റെ കോലം കണ്ടില്ലേ? ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് എന്നെ കൃത്യമായിട്ട് ഒതുക്കാനും പറക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചായ മാറ്റിയാലോ? വാ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഒന്ന് മാറ്റിയാണേ. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റി ഞാനൊന്ന് അലക്കാനിടയാണ്. ബെഡും കൊണ്ടുപോയി വെളിയിലൊന്ന് ഉണക്കാൻ വയ്ക്കുകയാണ്. ഇടയ്ക്കൊക്കെ അതൊക്കെ കൊണ്ടുപോയി വെയിലത്തിട്ട് ഉണക്കുന്നത് നല്ലതാണ്. അടുത്ത് ഈ സൈഡിലായിട്ട് കുറച്ച് മോളുടെ ടോയ്സ് ഒക്കെ ഇരിപ്പുണ്ട്. സോഫ്റ്റ് ടോയ്സും അല്ലാത്ത ടോയ്സും ഒക്കെ ഞാൻ ഇവിടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അതും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണേ. കാരണം ഇതൊക്കെ ക്ലീൻ ആക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പൊടിയായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് ഒക്കെ വെച്ച് റെഡിയാവുകയാണ്. ടോയ്സൊക്കെ ഞാൻ ഫുള്ളായിട്ട് മാറ്റുന്നുണ്ട്. അത് സോഫ്റ്റ് ടോയ്സാണ്. പിന്നെ അടുത്ത് അല്ലാത്ത ടോയ്സും ഇരിപ്പുണ്ട്. അത് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തോളം ആ ബോക്സിൽ ഇട്ട് വെച്ചിട്ട്, പക്ഷെ അത് നല്ല കട്ടിയുള്ള ബോക്സ് തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈർപ്പമൊക്കെ നനഞ്ഞ് ഇപ്പോൾ അത് ഫുള്ളായിട്ട് അത് ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് മാറ്റാമെന്ന് കരുതി വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അലമാരയുടെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പെർഫ്യൂംസ്, ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പെട്ടിയിലെടുത്ത് ഇട്ടിട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ലാസ്റ്റ് നമുക്കത് മാറ്റി തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഈ ബാസ്ക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് ആണ്. എന്തെങ്കിലും ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. അത് പക്ഷേ ഇപ്പോൾ ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് മെഡിസിൻസ് ആണ് ബോക്സ്. ഓരോരുത്തരുടെയും മോളുടേതും എൻ്റെതും ഹസ്ബൻഡിൻ്റെതും ഒക്കെ ഓരോ ബോക്സസിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ബാസ്ക്കറ്റാണ്. പക്ഷേ വെജിറ്റബിൾസ് മാത്രമല്ല, അല്ലാത്ത സ്റ്റേഷനറി ഐറ്റംസ് നമുക്കതിൽ വെക്കാൻ സാധിക്കും. അത് ഞാൻ ലാസ്റ്റ് പറയാം വീഡിയോയുടെ. പിന്നെ ഞാൻ അലമാരയുടെ മുകളിൽ ഒരു തുണിയിൽ വെള്ളം മുക്കിയാണ് തുടയ്ക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഫുൾ ഡസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം മുക്കിയാണ് എപ്പോഴും തുടയ്ക്കാറ്. അപ്പം നിങ്ങൾക്കും ഡസ്റ്റ് അലർജി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഡസ്റ്റ് ഇങ്ങനെ തട്ടിക്കളയാൻ ശ്രമിക്കരുത്. എപ്പോഴും വെള്ളം ഉപയോഗിച്ചിട്ട് അത് നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക. ഡസ്റ്റ് അലർജി ഇല്ലാത്തവരും വെള്ളം മുക്കി തുടയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഈ പൊടിയൊന്നും അങ്ങനെ പറന്നു പോകത്തില്ല. പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കാണുന്നത്. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി എന്തൊക്കെ സാധനങ്ങൾ, ആവശ്യമില്ലാത്ത കവറുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എല്ലാം എടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ വയ്ക്കുന്നത് അടുക്കി ഒതുക്കിയും വയ്ക്കുമെങ്കിലും എൻ്റെ മോള് എന്നെ വന്നത് ശരിയാക്കിക്കോളും. സൈഡിലായിട്ട് ഞാൻ കുറച്ച് ഹാങ്ങിങ് ഹുക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഹാങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മോളുടെ ബോസ് ആയിരുന്നാലും എന്തെങ്കിലും ഒരു കവറിലോ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കവറിൽ ഇത് എൻ്റെ ഫസ്റ്റ് സെമ്മിലെ കുറച്ച് വർക്ക്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനൊരു ബോ കണ്ടായിരുന്നു. ഞങ്ങൾ ക്രിസ്മസിന് സിറ്റിയിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷനിലാണ് ഗൈസ് എൻ്റെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ബുക്ക്, ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് എപ്പോഴും എടുക്കുന്ന രീതിയിലാണ് ഞാനത് വെച്ചിട്ടുള്ളത്. മോൾ എടുക്കാതിരിക്കാനാണ് ഞാനത് ബാസ്ക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം ഞാൻ വാരി വെളിയിലോട്ടിട്ടിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ മുകളിലൊക്കെ പേപ്പർ ഇട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷൻ ആ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഞാൻ മുകളിലോട്ട് വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ തുമ്മുകയാണ്. ഈ മാസ്ക് വെച്ചിട്ടും കൂടെ ഞാൻ തുമ്മുകയാണ് ഗൈസ്. പിന്നെ എൻ്റെ ഫയല്, കുറച്ച് ഫോം ഷീറ്റ്, ഗ്ലിറ്റർ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഈ ചാർട്ടെല്ലാം ഞാൻ മുകളിലാണ് വെച്ചിട്ടുള്ളത്. കാരണം അതിൽ വർക്ക് ചെയ്ത ചാർട്ടും ഉണ്ട്, അല്ലാത്ത ചാർട്ടും ഉണ്ട്. അപ്പം ഞാനത് മോൾ എടുക്കാത്ത രീതിയിലാണ് മുകളിലോട്ട് വെച്ചത്. പിന്നെ എൻ്റെ ഐറ്റംസ്, ഗ്ലൂ ഗണ്ണ്, ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ്. ആ ബോക്സിൽ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസും ഇട്ട് വയ്ക്കാം. പിന്നെ 2 ദിവസം മുമ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ, സ്കെച്ച്, പെൻസ്, ബ്രഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതെല്ലാം ഞാൻ ആ ബാസ്ക്കറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബാസ്ക്കറ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് മോൾ എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ആ രീതിയിലത്തേക്ക് സെറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ ബൈബിള് അങ്ങനത്തതെല്ലാം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിലെല്ലാം മോളുടെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അവളുടെ സാധനങ്ങളെല്ലാം ഞാൻ ഒറ്റ സെക്ഷനിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാലും ബോസ് ഞാൻ ആ സൈഡിലാണ് തൂക്കുന്നത്. പക്ഷേ ഇതിൽ ക്ലിപ്പ്, വള, മാല, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ഈ ഒരു സെക്ഷനിൽ വയ്ക്കുന്നുണ്ട്. അതാകുമ്പോൾ വേറെ ഒരിടവും തപ്പി നടക്കണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാവുന്ന രീതിയിൽ അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓയിലൊക്കെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇട്ട് വയ്ക്കാറ്.
അപ്പോൾ ഏതൊക്കെയോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളുണ്ടോ ഗൈസ്? അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ച് മാറ്റിയൊക്കെ വെക്കണേ. ഇത് സോപ്പ് പെട്ടി അല്ല കേട്ടോ, കുറച്ച് വിസിറ്റിംഗ് കാർഡ്സാണ്. അപ്പോൾ അതും ഞാൻ ഈ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊന്നും മേക്ക് ഓവർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അതിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത്. അടുത്ത് ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. അപ്പോൾ അത് സ്റ്റോറേജ് ബോക്സ് വേറെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ പെർഫ്യൂംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിലൊക്കെ ഞാനാണെങ്കിൽ പെർഫ്യൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെഡിസിൻസ് എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ മാറ്റിയിട്ട് നല്ലതൊക്കെ നോക്കി വെച്ച് തിരഞ്ഞ് വെച്ച് മോളുടേതും എൻ്റെതും ഹസ്ബൻഡൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ് ഞാൻ. അപ്പോഴത്തേക്ക് ഞാനൊരു പരുവമായി ഗായ്സ്. എന്നാലും ഇനിയും ഉണ്ട് ബാക്കി ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പണി തുടരുകയാണ്. ഈ ഒരു ബാസ്ക്കറ്റ് എപ്പോഴോ ഷോപ്പിങ്ങിന് രാമചന്ദ്രനിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഞാൻ രണ്ടാമത്തെ ഷെൽഫിലാണ് വെച്ചിരുന്നത്. അതിപ്പോൾ വീണ്ടും എടുത്ത് ഞാൻ ഒറ്റ സെറ്റായിട്ട് വെച്ച് മുകളിൽ മോളുടെ ഡ്രസ്സസ്സാണ് അതിൽ വെച്ചിട്ടുള്ളത്, ആ കവറിൻ്റെ അകത്ത്. പിന്നെ എൻ്റെ പേപ്പറും റെക്കോർഡും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാനെടുത്ത് ആ നീല ബാസ്ക്കറ്റിനകത്ത് വെക്കുകയും മോളുടെ ഇതെല്ലാം രണ്ടാമത്തെ ഇതിലും പിന്നെ മോളുടെ റെയിൻകോട്ട് എൻ്റെ റെയിൻകോട്ടെല്ലാം ആ ബാസ്ക്കറ്റിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലും വെച്ചിട്ടുണ്ട്. ഈ അലമാരയുടെ ഏറ്റവും ലാസ്റ്റിലെ ഭാഗം ഞാൻ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. കാരണം എന്തോ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ല. അങ്ങനെ എല്ലാം വാരി ഇറക്കേണ്ടി വന്നതായി. പിന്നെ ഞാനതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ആ ഒരു ടേബിള് ഞങ്ങളുടെ TV സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് മകൾ എപ്പോഴും കയറുന്നത് കൊണ്ട് തന്നെ അതിനെ എടുത്ത് ഞാനിപ്പോൾ റൂമിൻ്റെ അകത്തിട്ട് അതെനിക്ക് ടേബിളായിട്ട് ഇട്ടു ഗൈസ്. പിന്നെ ഈ ഒരു സ്റ്റോറേജ് ബോക്സസ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങി ട്രൈ ചെയ്യണം. കാരണം മോളുടെ ഡ്രസ്സസും ചെറിയ ചെറിയ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഞാൻ അതിലാണ് ഇട്ട് വെക്കാറ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഈ ഒരു സെക്ഷൻ ഇത് മോളുടെ തൊട്ടിലാണേ, നമ്മുടെ മുളയിൽ തീർത്ത തൊട്ടിലാണ്. അപ്പോൾ അതിലിപ്പോൾ എൻ്റെ ഡ്രസ്സസും സാരി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ അടുക്കിയതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ മൊത്തം അലങ്കാരമായിട്ട്, കാരണം ഞങ്ങളുടെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ അതിലാണ് ഹാങ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ആവശ്യമില്ലാത്തൊക്കെ അലക്കാനിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തത് തുടയ്ക്കുകയാണ്. ഫുള്ളായിട്ട് റൂം എല്ലാം കട്ടിൻ്റെ അടിയിലൊക്കെ ഞാൻ തുടയ്ക്കുകയാണ്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിപൊളിയാക്കി. അപ്പോഴത്തേക്കും എൻ്റെ മോള് വന്ന് കയറി കിടന്നിട്ട് അമ്മ സൂപ്പർ, അമ്മ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കയറി കിടപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോറേജ് ബോക്സ്. 6 പീസാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അങ്ങനെ ഒരു ഹാഫ് ഡേയുടെ പ്രതിഫലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ ഇരുന്ന നമ്മുടെ റൂം ഇപ്പോൾ ഇങ്ങനെയായി മാറിയിരിക്കുകയാണ് ഗായ്സ്. ആഹാ, എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ മോളിനി സമ്മതിക്കുമോ എന്നാണ് അറിയത്തില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.